إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وكان في المدينة 9 رهط يفسدون في الأرض ولا يصلحون قالوا تقاسموا بالله لنبيتنه وأهله ثم لنقولن لوليه ما شهدنا مهلك أهله وإنا لصادقون. ومكروا مكرا ومكرنا مكرا وهم لا يشعرون. فانظر كيف كان عاقبة مكرهم أنا دمرناهم وقومهم أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും നമ്മെ അതിസൂക്ഷ്മമായി കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പ്രത്യേകിച്ച് നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളിൽ കാത്തു സൂക്ഷിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരു ഖുതുബയിൽ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ അഅ്ലമു ആയ എന്നറിയപ്പെടുന്ന സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്ത്, ആയത്തുൽ കുർസിയുടെ ചില മഹത്വങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. അതിന്റെ മഹത്വങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് ചൊല്ലേണ്ട 8 സന്ദർഭങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 5 നേരത്തെ ഫർദ് നമസ്കാരങ്ങൾക്കു ശേഷം, അതേപോലെ രാവിലെയും വൈകുന്നേരവും രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്തുമെല്ലാം നമ്മൾ ആയത്തുൽ കുർസി അർത്ഥവും ആശയവും അറിഞ്ഞ് ഹൃദയത്തിൽ തട്ടി നമ്മളത് പാരായണം ചെയ്യുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് ഗുണങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. എന്നാൽ അതിന്റെ ആശയതലങ്ങൾ വിശദീകരിക്കുമ്പോൾ
അൽ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം ഈ ആയത്തുൽ കുർസിന്റെ അതിലെ 10 ജുംലകളായി 10 സെന്റൻസുകളായി അതിനെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഓരോ ഭാഗങ്ങളെടുത്തും വളരെ പേജുകൾ നമുക്ക് ഇതിന്റെ തഫ്സീറുകളിൽ ആയത്തുൽ കുർസി നമ്മൾ പറഞ്ഞു അത് ഏറ്റവും മഹത്വരമേറിയ ആയത്തായി മാറാനുള്ള ഏറ്റവും വലിയ കാരണം എന്നത് ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി മാത്രമാണ് ആയത്തുൽ കുർസിയിലെ പരാമർശ വിഷയമെന്ന്. അതിലെ ആദ്യ ഭാഗം തന്നെ ഇസ്ലാമിന്റെ അടിത്തറയാണ്, അടിസ്ഥാന വിശ്വാസമാണ് ആദ്യം അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അവനല്ലാതെ ആരാധനക്കർഹനായി ആരും തന്നെ ഇല്ല എന്നാണ്. ലാ ഇലാഹ ബിഹഖ്ഖിൻ ഇല്ലാ ഹുവ. യഥാർത്ഥ ആരാധ്യനായി അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്നതാണ് ആയത്തുൽ കുർസിയുടെ ആദ്യത്തെ സെന്റൻസ് തന്നെ. നമുക്കറിയാം അല്ലാഹു എന്നത് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളുടെ മാത്രം ദൈവമല്ല, അതല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ മാത്രം ദൈവത്തിന്റെ ഒരു നാമവുമല്ല അല്ലാഹു എന്നത്. മറിച്ച് അൽ ഇലാഹ്, സാക്ഷാൽ ആരാധ്യന് അറബിയിൽ പറയുന്ന ദൈവത്തിന് അറബിയിൽ പറയുന്ന നാമമാണ് അല്ലാഹു എന്നത്. അതിന് ഇസ്മുൽ ജലാല എന്നാണ് പറയുക. മഹത്വത്തിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം മഹത്വത്തിന്റെ നാമമായി സ്വീകരിച്ചിരിക്കുന്നത് അല്ലാഹു എന്നാണ്. നമ്മൾ അതിൽ 5 നാമങ്ങൾ ആയത്തുൽ കുർസിയിൽ വന്നിരിക്കുന്നു. അൽ ഹയ്യ്, അൽ ഖയ്യൂം, അൽ അലിയു, അൽ അദീം. ഇവിടെ ആദ്യ സെന്റൻസിൽ തൗഹീദാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. നമുക്കറിയാം ആരാധിക്കപ്പെടുന്നത് ലോകത്ത് കുറെ വ്യാജന്മാരുണ്ട്. ആരാധിക്കപ്പെടുന്ന വ്യത്യസ്ത ആലിഹത്തുകൾ ലോകത്തുണ്ട്. മനുഷ്യൻ സൃഷ്ടിച്ച് ആരാധിക്കുന്ന പലതുമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണെന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയമാണ് ആദ്യ ഭാഗത്ത് പഠിപ്പിക്കുന്നത്. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്ന് പറഞ്ഞാൽ അതിന് 2 റുക്നുകൾ, 2 തൂണുകൾ അതിനുണ്ട്. അതിലൊന്ന് നഫിയാണ്. ലാ ഇലാഹ, ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ. ആദ്യം എല്ലാത്തിനെയും നിരാകരിക്കുകയാണ്. രണ്ടാമത്തെ ഒന്നിനെ മാത്രം അവിടെ സ്ഥാപിക്കുകയാണ്. അല്ലാഹുവല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നാണ്. ഇവിടെ ലോകത്ത് 3,30,00,000 ദൈവങ്ങളെ മനുഷ്യർ, വ്യത്യസ്ത ആരാധ്യന്മാരെ, ജീവനുള്ളതിനെ, ജീവനില്ലാത്തതിനെ, ആൾ ദൈവങ്ങളെ എല്ലാം, മരത്തിനെ, കല്ലിനെ എല്ലാം മനുഷ്യർ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ യഥാർത്ഥ ആരാധനക്കർഹനാരാണ്? എന്നെയും നിങ്ങളെയും നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ച ഈ ലോകത്തെ, ഈ പ്രപഞ്ചത്തെ, ആകാശത്തെ, ഭൂമിയെ എല്ലാം സൃഷ്ടിച്ച റഹ്മാനായ റബ്ബ് മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത്, ഇബാദത്തിന് അർഹൻ എന്ന ആശയമാണ് ഇതിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ പഠിപ്പിക്കുന്നത്. അവനു മാത്രമാണ് ഇബാദത്തുകൾ സമർപ്പിക്കപ്പെടാൻ പാടുള്ളൂ. ഇതാണ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ കൊടുക്കുന്ന കരാർ. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ്. അവിടെ നിന്നെ ആരാധിക്കുന്നു എന്നല്ല, നിന്നെ മാത്രം ആരാധിക്കുന്നു എന്നാണ്. അതിൽ നിന്ന് ഒരാളും ഒഴിവില്ല. അല്ലാഹുവിനെ മാത്രമാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അതിന്റെ ആശയമാണ് ആദ്യ ഭാഗത്ത് പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി പറഞ്ഞു. ഓക്കെ, അൽ ഹയ്യുൽ ഖയ്യൂം, അതാണ് രണ്ടാമത്തെ ഭാഗം. അൽ ഹയ്യ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അവൻ. അൽ ഖയ്യൂം, അവൻ എല്ലാം നിയന്ത്രിക്കുന്ന, സ്വയം നിലനിൽക്കുന്നവനും എല്ലാത്തിനെയും നിലനിർത്തുന്നവനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ അവനെ മുൻകടന്നിട്ടില്ല. അതേപോലെ അവന് നാശം വരാനില്ല, ക്ഷീണമില്ല, മരണമില്ല, ന്യൂനതകളില്ല. ഹയാത്തിടുന്നവനാണ്. ഹയാത്തുള്ളതിനെ മരിപ്പിക്കുന്നവനാണോ ആരാണോ അവനാണ് അൽ ഹയ്യ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ ആരാണോ അവൻ മാത്രമാണ് ആരാധനക്കർഹൻ എന്നാണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ സമയത്ത് അവിടെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ വഫാത്തായിട്ടില്ല, മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകൾ ഓതി പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ മുഹമ്മദ് ഇതാ തീർച്ചയായും മരിച്ചിരിക്കുന്നു, മരണപ്പെട്ടിരിക്കുന്നു. വമൻ കാന യഅ്ബുദുല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ
ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവന് മരണമില്ല. അപ്പൊ മരണമില്ലാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ ആരാണോ അവനെ ആരാധിക്കപ്പെടാൻ പാടുള്ളൂ. എന്നാൽ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന പല ആൾദൈവങ്ങൾ അവരൊരു നാൾ മരിക്കാനുള്ളവരാണ്. പലരും വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവർ അവർ മരിച്ചവരാണ്. അൽ ഖയ്യൂം, രണ്ടാമത്തെ അല്ലാഹുവിന്റെ ഒരു നാമം, അവൻ ഖയ്യൂമാണ് എന്ന് പറഞ്ഞാൽ അൽ ഖായിമു ലിദാത്തിഹി വൽ മുഖീമു ലിഗൈരിഹി, സ്വയം നിലനിൽക്കുകയും എല്ലാത്തിനെയും നിലനിർത്തുന്നവൻ, പരാശ്രയമുക്തനായ മറ്റുള്ളവയെ നിലനിർത്തുന്ന വാനങ്ങളെ ഭുവനങ്ങളെ എല്ലാം അവൻ, എല്ലാവരും അവന്റെ ആശ്രിതരാണ്. ആരുടെയും ആശ്രയം വേണ്ടതില്ലാത്തവൻ ആരാണോ അവനാണ് അൽ ഖയ്യൂം. അപ്പോൾ അൽ ഹയ്യായ അൽ ഖയ്യൂമായ അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ. അവിടെയാണ് നമ്മൾ പല ദുആകളിലും യാ ഹയ്യു യാ ഖയ്യൂം, അല്ലാഹുവിന്റെ ഇസ്മുൽ അഅ്ലം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. യാ ഹയ്യ് യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, അല്ലാഹുവേ നിന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ സഹായിക്കുക. അതേപോലെ അല്ലാഹുവിനെ പറ്റി അടുത്ത സെന്റൻസിൽ പറഞ്ഞതാണ് ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം, ലാ തഖുദുഹു, അവന് പിടിപെടുകയില്ല, അവനെ ബാധിക്കുകയില്ല. സിനത്തുൻ, സിനത്തുൻ എന്ന് പറഞ്ഞാൽ മയക്കമാണ്. മുഖദ്ദമുൻ നൗം, ഉറക്കിന്റെ മുമ്പുള്ള മയക്കമാണ് സിനത്ത്. വലാനവും, ഉറക്കവും അവനെ ബാധിക്കും. ഉറക്കമോ മയക്കമോ അവനെ പിടിപെടുകയില്ല എന്നാണ്, അവനെ പിടിപെടുകയില്ല എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഉറങ്ങുക എന്നത് മനുഷ്യനാണ്. എന്നാൽ ഉറങ്ങുന്നവൻ ദൈവമാവുകയില്ല, അവൻ ആരാധിക്കപ്പെടാൻ കൊള്ളുകയില്ല. മയങ്ങുന്നവൻ അവൻ ആരാധിക്കപ്പെടാൻ കൊള്ളുകയില്ല. മയങ്ങാത്തവൻ, ഉറങ്ങാത്തവൻ ആരാണോ അവൻ മാത്രമാണ് ആരാധനക്കർഹൻ എന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നല്ലാഹ ലാ യനാം, തീർച്ചയായും അല്ലാഹു ഉറങ്ങുകയില്ല. വലാ യംബഗി അൻ യനാം, ഉറങ്ങുക എന്നത് അല്ലാഹുവിന് യോജിച്ചതുമല്ല എന്നാണ്. ഇസ്രായേലിൽപ്പെട്ട ഒരു വ്യക്തിയുടെ ഒരു ചരിത്രം, ഒരു കഥ നമുക്ക് വായിക്കാൻ സാധിക്കും. അദ്ദേഹം, ഒരു ഇസ്രായേലിൽപ്പെട്ട ഒരു വ്യക്തി അവരുടെ കൂട്ടത്തിലെ പ്രവാചകനോട് ചോദിക്കുകയാണ് അല്ലാഹു ഉറങ്ങുമോ? അപ്പോൾ അതിന് ഡയറക്റ്റ് ഉത്തരം പറയാതെ രണ്ട് മുട്ട കയ്യിൽ പിടിക്കാൻ പറഞ്ഞു. അത് രാത്രി വീട്ടിൽ നിന്ന് രണ്ടു കൈകളിലേക്ക് ഇങ്ങനെ മാറ്റി പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ കുറെ സമയം അയാൾ ആ ഒരു കാര്യം ചെയ്തു. അതങ്ങനെ മാറ്റി പിടിക്കുന്നതിനിടയിൽ ഒരു ചെറിയ മയക്കം വന്ന് അയാളുടെ കയ്യിൽ നിന്ന് അത് താഴെ വീണ് ഉടയുകയാണ്. അയാൾക്ക് ചോദിച്ച ചോദ്യത്തിന് അതിലൊരു മറുപടി ഉണ്ട്. കാരണം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു സംവിധാനിച്ച് കൺട്രോൾ ചെയ്യുന്ന, ഇതിനെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സെക്കൻഡ് മയങ്ങിയാൽ അങ്ങനെ ഒരു മയക്കം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇല്ല എന്നുള്ളതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ഭാഗത്ത് പറഞ്ഞതാണ് ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, അതേ ആകാശ ഭൂമികളിൽ ഉള്ളതെല്ലാം അവനുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഖൽഖ്, അതിന്റെ സൃഷ്ടിപ്പ്, അതിന്റെ അധികാരം, അതിന്റെ മുൽക്ക്, അതിന്റെ തദ്ബീർ, അതിന്റെ നിയന്ത്രണം എല്ലാം അല്ലാഹുവിന്റെ ഉടമസ്ഥതയിലാണ് എന്നാണ്. സഹോദരങ്ങളെ, നമ്മൾ നമ്മുടേതാണെന്ന് പറയുന്ന പലതും നമ്മുടെ ഉടമസ്ഥതയിലല്ല, അല്ലെ? നമ്മുടെ ശരീരത്തിലെ നമ്മുടെ മുടി പോലും നമ്മൾ അറിയാതെ നമ്മുടെ മുടി പോലും നരക്കുന്നു, നമ്മുടെ തൊലി അത് ചുളിയുന്നു. നമ്മുടെ അനുവാദം ചോദിച്ചുകൊണ്ടല്ല, നമുക്ക് ഇഷ്ടമില്ലെങ്കിലും ആ പ്രതിഭാസങ്ങൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ നടക്കുകയാണ്. വാർദ്ധക്യം ബാധിക്കുന്നു, മരണം വരുന്നു. ഇതിനെയൊന്നും തടുക്കാൻ, ഇതിനെയൊന്നും നിയന്ത്രിക്കാൻ നമുക്ക് പോലും സാധ്യമല്ല. എല്ലാം അല്ലാഹുവിന്റേതാണ്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിൽ ഉള്ളത് മുഴുവൻ അല്ലാഹുവിനുള്ളതാണ്. അടുത്ത ഭാഗം എന്താണ്? മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അല്ലാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ അവന്റെ അടുക്കൽ ശഫാഅത്ത് നടത്താൻ, ശുപാർശ പറയാൻ ആരുണ്ട് എന്നതാണ്. നമുക്കറിയാം ശഫാഅത്ത് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ അടുക്കൽ അവന്റെ അനുമതി പ്രകാരമല്ലാതെ ശഫാഅത്ത് നടത്താൻ ആർക്കു പറ്റും? നമുക്കറിയാം നാളെ മഹ്ശറ വൻസഭയിൽ സൂര്യൻ ഒരു ചാൺ ഉയരത്തിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന ആ മഹ്ശറയിൽ മനുഷ്യർ ശഫാഅത്തിന് വേണ്ടി, മനുഷ്യർ വിചാരണക്കെടുക്കാൻ വേണ്ടി വ്യത്യസ്ത പ്രവാചകന്മാരുടെ അടുക്കലേക്ക് പോകും എന്ന ഹദീസുകൾ നമുക്ക് കാണാം. ഇവിടെ ആ പ്രവാചകന്മാരെല്ലാം കൈമലർത്തും. ആദം നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, എല്ലാ പ്രവാചകന്മാരും വ്യത്യസ്ത കാരണങ്ങൾ പറഞ്ഞ് കൈയൊഴിയും. അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടുക്കൽ പോയി നേരിട്ട് ശുപാർശ പറയുകയല്ല, മറിച്ച് അല്ലാഹുവിന്റെ അർശിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുകയാണ്. എന്നിട്ട് അല്ലാഹു ഉദ്ദേശിക്കുന്ന കാലമത്രയും സുജൂദിൽ വീണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ വിളിക്കും, യാ മുഹമ്മദ് ഇർഫ റഅസക യാ മുഹമ്മദ്,
നീ ശഫാഅത്ത് ചെയ്യുക, നിന്റെ ശഫാഅത്ത് സ്വീകരിക്കപ്പെടും. അങ്ങനെ പ്രവാചകന് ഒരു പ്രത്യേകമായ വരമ്പ് നിശ്ചയിച്ചു കൊടുക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ആർക്കാണ് ശഫാഅത്ത് ലഭിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടവർക്ക്, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമാണ് അല്ലാഹുവിന്റെ ഈ പ്രവാചകന്റെ ശുപാർശ അവിടെ ലഭിക്കുകയുള്ളൂ എന്നാണ്. തോന്നിയതുപോലെ എല്ലാവർക്കും ശഫാഅത്ത് കൊടുക്കാൻ പ്രവാചകന്മാർക്ക് പോലും അവിടെ അധികാരമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയത്തിൽ തട്ടി പ്രഖ്യാപിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്തവന് ശഫാഅത്ത് പ്രതീക്ഷിക്കാം. എന്നാൽ പ്രവാചകനോട് ശഫാഅത്ത് ചെയ്യുന്ന വരികൾ പലപ്പോഴും നമുക്ക് ഇന്ന് ആളുകൾ പാടുന്നത് കാണാം. അശ്ശഫാഅത്തു ഹബ്ലന, പ്രവാചകനോട് തന്നെ ശഫാഅത്ത് ചോദിക്കുന്ന രീതികൾ. അതേപോലെ തന്നെ തെറ്റായ ശഫാഅത്തിന്റെ രീതികൾ നമ്മുടെ നാടുകളിൽ കാണാൻ പറ്റും. ഇന്ന ശൈഖിന്റെ ഇന്ന വ്യക്തിയുടെ ആളുകളായാൽ അവരുടെ ശഫാഅത്തിൽ സ്വർഗത്തിലേക്ക് പോകാമെന്ന തെറ്റായ ചില ശഫാഅത്തുകൾ. എന്നാൽ ശഫാഅത്തിന് ആരാണോ ശഫാഅത്ത് ചെയ്യുന്നത് അവർക്ക് അള്ളാഹുവിന്റെ അനുവാദം വേണം. ആർക്കു വേണ്ടിയാണ് ശഫാഅത്ത് ചെയ്യുന്നത് അവരെ അള്ളാഹു തൃപ്തിപ്പെടണം. ഇങ്ങനെ ഒരുപാട് അവിടെ ഇസ്ലാം പഠിപ്പിച്ച ശഫാഅത്തിൽ തന്നെ അത്തരം ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ശഫാഅത്ത് അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ അവന്റെ അടുക്കൽ ശുപാർശ നടത്താൻ ആരുണ്ട്? യഅലമു മാ ബൈന ഐദിഹിം വമാ ഖൽഫഹും, യഅലമു അവൻ അറിയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു, മാ ബൈന ഐദിഹിം വമാ ഖൽഫഹും, അവരുടെ മുന്നിലുള്ളതും അവരുടെ പിന്നിലുള്ളതും. എന്ന് പറഞ്ഞാൽ സ്ഥലകാല വ്യത്യാസമില്ലാതെ, ഇന്നു നാളെ എന്ന വ്യത്യാസമില്ലാതെ, നമ്മളെ കഴിഞ്ഞുപോയ, നമ്മുടെ ഇന്നലകളിൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ, ഇനി ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവന്റെ അറിവ് സമ്പൂർണ്ണമാണ്, അവന്റെ ഇൽമ് സമ്പൂർണ്ണമാണ്. നമ്മൾ മറന്നുപോയ കാര്യങ്ങളും കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രേഖകളിലുണ്ട്, അല്ലാഹുവിന്റെ അറിവിലുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി, അല്ലാഹുവിന്റെ അറിവിൽ നിന്ന് അവർക്ക് സൂക്ഷ്മമായി ഒന്നും അറിയാൻ കഴിയില്ല എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്നതല്ലാതെ സൂക്ഷ്മമായി നമുക്കൊന്നും അറിയാൻ കഴിയില്ല. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, മനുഷ്യന് അല്പമല്ലാതെ ഞാൻ അവന് അറിവ് കൊടുത്തിട്ടില്ല എന്നാണ്. മനുഷ്യന്റെ അറിവിന്റെ പരിമിതി എത്രയാണ്, അവന്റെ അറിവിന്റെ അളവെത്രയാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, നമുക്ക് സൂറത്തുൽ കഹ്ഫിൽ പഠിക്കുന്ന ഒരു ചരിത്രമാണ്. മൂസാ നബി അലൈഹിസ്സലാം ഖിദർ അലൈഹിസ്സലാമയെ തേടിയുള്ള ഒരു യാത്ര, ഒരു കടൽ തീരത്തുകൂടെയുള്ള മൂസാ നബിയുടെ യാത്ര. ഏറ്റവും അറിവുള്ള വ്യക്തി ആരാണെന്ന് അദ്ദേഹം ഒരു ഉപദേശം കൊടുക്കുന്നതിനിടയിൽ ഒരാൾ ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു ഞാനാണെന്ന് പറഞ്ഞു. പക്ഷെ അള്ളാഹു തിരുത്തി, നിങ്ങളെക്കാൾ അറിവുള്ള ഒരാൾ ലോകത്തുണ്ട്, അത് ഖിദർ അലൈഹിസ്സലാമയാണ്. ആ ഖിദർ അലൈഹിസ്സലാമയെ തേടിയുള്ള മൂസാ നബി അലൈഹിസ്സലാമയുടെ യാത്ര. അങ്ങനെ ആ യാത്രയുടെ ഇടയിൽ കപ്പലിൽ കയറുമ്പോൾ അവിടെ ഒരു സംഭവം നടക്കുന്നു. ഒരു മൂസാ നബി അലൈഹിസ്സലാമയും ഖിദർ നബി അലൈഹിസ്സലാമയും ഒന്നിച്ചു നിൽക്കുമ്പോൾ ഒരു കുരുവി വന്ന്, ഒരു ഉസ്ഫൂർ വന്ന് ആ കടലിലെ വള്ളത്തിൽ കുത്തി പറന്നു പോവുകയാണ്. അപ്പോൾ ഖിദർ അലൈഹിസ്സലാം പറഞ്ഞു മാ നഖസ ഇൽമി വ ഇൽമുക, എന്റെയും നിന്റെയും അറിവ് മിൻ ഇൽമില്ല, അല്ലാഹുവിന്റെ അറിവിനെ അപേക്ഷിച്ച് ഇല്ലാ മിസ്ല മാ നഖസ ഹാദൽ ഉസ്ഫൂർ മിനൽ ബഹർ, ഈ കടലിൽ നിന്ന് ആ കുരുവി കൊത്തിയ വെള്ളം അത് എത്രയാ കുറച്ചിട്ടുണ്ടാവുക? അതുപോലെയാണ് ഈ ബഹറോളം വരുന്ന അള്ളാഹുവിന്റെ ഇൽമിനെ അപേക്ഷിച്ച് നമ്മൾ രണ്ടുപേരുടെയും അറിവ് ഇത്രയേ ഉള്ളൂ എന്ന് ഖിദർ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിന്റെ അറിവ് എത്രയാണ്? ആ അള്ളാഹുവിന്റെ അറിവ് നമുക്ക് അല്പം മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ, അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് അവൻ ഉദ്ദേശിച്ചതല്ലാതെ അവർക്ക് സൂക്ഷ്മമായി അവർക്കൊന്നും അറിയാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുൽ കുർസി എന്നു പേര് വരാൻ തന്നെ കാരണമായത് കുർസിയുമായി ബന്ധപ്പെട്ട പരാമർശമാണ്. വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്, അള്ളാഹുവിന്റെ കുർസി ആകാശ ഭൂമികളെക്കാൾ വിശാലമായിരിക്കുന്നു എന്നാണ്. എന്താണ് കുർസി എന്ന് പറഞ്ഞാൽ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കുർസി എന്ന് പറഞ്ഞാൽ അത് മൗദിഉൽ ഖദമൈൻ, അള്ളാഹുവിന്റെ പാദപീഠമാണ് കുർസി എന്ന് പറഞ്ഞാൽ. കുർസി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പാദപീഠമാണ്. അതിന്റെ വലിപ്പം എത്രയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നത്, നിങ്ങളൊരു വിശാലമായ മരുഭൂമിയെ സങ്കല്പിക്കുക. ആ മരുഭൂമിയുടെ സെന്ററിൽ ഒരു വള വെക്കുന്നു. ആ വളയിലേക്ക് നിങ്ങൾ എന്തു സങ്കല്പിക്കുക? ആകാശഭൂമികൾ, ഈ പ്രപഞ്ചം മുഴുവൻ ആ വളയായി സങ്കല്പിക്കുക. എങ്കിൽ ഈ പരന്നു കിടക്കുന്ന മരുഭൂമിയാണ് കുർസി. ആകാശഭൂമികളുടെ
വലിപ്പവും കുർസിന്റെ വലിപ്പവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഒരു വള എന്ന് പറഞ്ഞാൽ എത്ര സ്പേസ് ആണ് അതിന് വേണ്ടത്? അത് ആകാശഭൂമികളായി നമ്മൾ സങ്കല്പിച്ചാൽ അതിനേക്കാൾ എത്ര വലിപ്പമാണ് ആ മരുഭൂമി, എത്ര വലിപ്പമുണ്ട്. അതുപോലെ ആകാശഭൂമികളെക്കാൾ എത്രയോ വലിപ്പമുള്ളതാണ് അള്ളാഹുവിന്റെ പാദപീഠമായ കുർസി. അതേപോലെ തന്നെ ഈ ഹദീസിൽ അർശിന്റെ വലിപ്പം റസൂൽ പഠിപ്പിക്കുന്നത്. ഇനി ഈ വളയിലേക്ക് നിങ്ങൾ കുർസീനെ കൊണ്ടുവരിക എങ്കിൽ ഈ മരുഭൂമിയാണ് അർശായി നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ കുർസിയും അർഷും തമ്മിൽ എത്ര ഡിഫറൻസ് ആണ് അതിന്റെ വലിപ്പത്തിലുള്ളത്. അപ്പോൾ വലിയ രണ്ട് സൃഷ്ടികളാണ് കുർസിയും അർഷും എന്നൊക്കെ പറയുന്നത്. ആ കുർസിന്റെ റബ്ബ്, ആ അർഷിന്റെ റബ്ബ്, അതാണ് റബ്ബുൽ അർശിൽ അദീം എന്ന് പലയിടത്തും നമ്മൾ പറയുന്നത്. മഹത്തായ അർശിന്റെ ഉടമസ്ഥൻ എന്ന് നമ്മൾ പറയാറുള്ളത്. ഇവിടെ കുർസി എന്ന് പറഞ്ഞാൽ അത് പാദപീഠമാണ് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് വലാ യഊദുഹു ഹിഫ്ളുഹുമാ, അവ രണ്ടിന്റെയും സംരക്ഷണം അല്ലാഹുവിന് ഒട്ടും ഭാരമുള്ളതല്ല. ഇത്ര വലിപ്പമുള്ള രണ്ട് സൃഷ്ടികൾ കുർസിയും അർശും, അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ സംരക്ഷണം എന്നത് അള്ളാഹുവിനൊട്ടും ഭാരമുള്ളതല്ല. വഹുവൽ അലിയുൽ അദീം, അവൻ ഉന്നതനും മഹാനുമത്രേ. അൽ അലി എന്ന് പറഞ്ഞാൽ അവൻ ഉന്നതനാണ്, ഏറ്റവും മേലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞാൽ അല്ലാഹു ഫിസ് സമാ, അല്ലാഹു ആകാശത്താണ്. ഐനല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അടിമ സ്ത്രീയെ കൊണ്ടുവന്നപ്പോൾ അവരുടെ മോചനത്തിന് വേണ്ടി പ്രവാചകൻ പല ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിലൊരു ചോദ്യം ഐനല്ലാഹ്, അല്ലാഹു എവിടെ എന്നതായിരുന്നു ചോദിച്ചത്. ആ സ്ത്രീ കൊടുത്ത മറുപടി എന്താണ്? അല്ലാഹു ഫിസ് സമാ, അല്ലാഹു ആകാശത്താണ് എന്നാണ്. പ്രവാചകൻ അവളെ മോചിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടാൻ. അപ്പോൾ അല്ലാഹു അലിയാണ്, അല്ലാഹു ഉന്നതനാണ്, അദീം അവൻ മഹാനാണ്. അപ്പോൾ ഉന്നതനും മഹാനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ വളരെ ചുരുക്കിയാണ് നമ്മൾ ഇതിന്റെ ആശയം, വളരെ വലിയ സമയമെടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു ആയത്താണ്. വളരെ വലിയ ആശയ ഗാംഭീര്യമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം പ്രതിപാദിക്കുന്ന ഈ ആയത്തിനെ അതിന്റെ ആശയതലത്തിലൂടെ പഠിച്ചു മനഃപ്പാഠമാക്കി ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമുക്കറിയാം, ലോകത്ത് നടക്കുന്ന പല ദുരന്തങ്ങളും വലിയ വാർത്തകൾ, അതിലൊക്കെ നമുക്ക് വലിയ മെസ്സേജുകൾ, വലിയ പാഠങ്ങൾ നമുക്ക് വിശ്വാസികൾ എന്ന നിലയിൽ ഏതൊരു വിഷയത്തിലും അതിലെ ഗുണപാഠങ്ങൾ കണ്ടെത്തുകയാണ് നമ്മൾ വേണ്ടത്. നമുക്കറിയുന്ന വാർത്തകളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അമേരിക്കയിലെ ലോസ് ആഞ്ചലസിലും അതേപോലെ തന്നെ കാലിഫോർണിയയിലുമൊക്കെ പടർന്നു പിടിച്ച ഒരു കാട്ടുതീയെ പറ്റിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജനുവരി 7-ാം തീയതി ആരംഭിച്ച തുടങ്ങിയ ആ ശക്തമായ കാട്ടുതീ അത് ഇന്നും പൂർണ്ണമായി അണക്കാൻ അവിടെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ. ശക്തമായ കാറ്റ് വീശുന്നതിനാൽ തന്നെ ധാരാളം ഉണങ്ങിയ മരങ്ങളുള്ളതിനാലും അവിടെ തീ വളരെ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. 46,000-ൽ പരം ഏക്കറുകൾ ആ തീ ഇതിനകം തീ പടർന്നു എന്നുള്ളതാണ് നമുക്ക് വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളെയാണ് അവിടെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് വീടുകളാണ് അവിടെ അഗ്നിക്കിരയായിരിക്കുന്നത്. ഇതിനകം 20-ലധികം ആളുകളുടെ മരണം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ബില്യൺ കണക്കിന് രൂപയുടെ നഷ്ടമാണ്, നാശനഷ്ടങ്ങളാണ് അവിടെ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ നിലക്കുള്ള സംവിധാനങ്ങളും അതേപോലെ തന്നെ ലോകത്തിന്റെ മുഴുവൻ ടെക്നോളജി നമ്മുടെ കയ്യിലാണെന്ന് പറയുന്ന ആളുകൾക്ക് പോലും അവിടെ നിസ്സഹായ അവസ്ഥയിൽ ഇത്തരം കാര്യങ്ങളെ നോക്കി നിൽക്കാൻ മാത്രം കഴിയുന്നു എന്ന് പറഞ്ഞാൽ
അവിടെ നമുക്ക് വലിയ തിരിച്ചറിവുകൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഒന്ന്, മനുഷ്യന്റെ ദുർബലതയാണ് ഇവിടെയെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്നാണ്. ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ അവനെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ദുർബലനായിട്ടാണ് എന്നതാണ്. വിവര സാങ്കേതിക വിദ്യകളുടെ ഉത്തുംഗതയിലാണ് മനുഷ്യനുള്ളത്. എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നിട്ട് പോലും അതിനെ പൂർണ്ണമായി അടക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് മനുഷ്യൻ നിസ്സാരനാണ്. അവന്റെ നിസ്സാരതയെ ഒന്നുകൂടി എന്ത് ചെയ്യാണ്? ബോധ്യപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ, ഇത്തരം സംഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ ചേർത്തു മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ലോക ചരിത്രത്തിൽ നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പും ഉള്ള പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുന്നിടത്തെല്ലാം ഒരുപാട് ശിക്ഷയുടെ ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാമയുടെ സമൂഹം അനുഭവിച്ച ജലപ്രളയം, അതേപോലെ ആദും സമൂദും ഗോത്രങ്ങൾ അനുഭവിച്ച, ഫിർഔനിന്റെ ജനത അനുഭവിച്ച പരീക്ഷണങ്ങൾ, വലിയ വലിയ പരീക്ഷണങ്ങൾ, അല്ലാഹുവിനെ ധിക്കരിച്ചതിന്റെ പേരിൽ, പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞതിന്റെ പേരിൽ വലിയ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന സമുദായങ്ങളെ പറ്റി വിശുദ്ധ ഖുർആൻ പറയാണ്. അവിടെ ഞങ്ങൾ നശിപ്പിക്കും, കുഴപ്പമുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ ആളുകളെ അവർക്കു നേരെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ത്രങ്ങളെ അവരുടെ എതിർ ദിശയിലേക്കു തന്നെ തന്ത്രങ്ങളെ തിരിച്ചു പ്രയോഗിച്ച ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം. മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്വലാമയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നംലിൽ പറയുന്നുണ്ട്, വകാന ഫിൽ മദീനത്തി തിസ്അതു റഹ്തിൻ യുഫ്സിദൂന ഫിൽ അർദ് വലാ യുസ്ലിഹൂൻ. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന, ഒരു നന്മയും ഉണ്ടാക്കാത്തവരായ പോക്കിരികളായ 9 പേർ ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞത്, ഖാലു തഖാസമു ബില്ലാഹി ലനുബയ്യിതന്നഹു വഅഹ്ലഹു സുമ്മ ലനഖൂലന്ന ലിവലിഹി മാ ശഹിദ്നാ മഹ്ലിക അഹ്ലിഹി വഇന്നാ ലസാദിഖൂൻ. അവർ സ്വാലിഹിനെയും അവരുടെ കൂടെയുള്ള ആളുകളെയും ഒരു രാത്രിയിൽ കൊന്നുകളയാൻ അവർ പ്ലാൻ ഇടുകയാണ്. അങ്ങനെ മറ്റുള്ള ആളുകളെ നശിപ്പിക്കുകയും ഞങ്ങൾ ഇതിനെ സാക്ഷ്യം വഹിച്ചിട്ടില്ല എന്ന് സത്യം പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം അങ്ങനെ പറയണമെന്നൊക്കെയുള്ള പ്ലാനിങ്ങുകൾ അവർ രൂപപ്പെടുത്തുകയാണ്. എന്നാൽ അല്ലാഹു ആ തന്ത്രത്തെ പറ്റി പറയാണ്, വമക്കറു മക്റൻ, അവരൊരു തന്ത്രം പ്രയോഗിച്ചു. വമക്കർനാ മക്റൻ, അവർ വഹും ലാ യശ്ഉറൂൻ, നാമും ഒരു തന്ത്രം പ്രയോഗിച്ചു. വഹും ലാ യശ്ഉറൂൻ, അവർ ഓർക്കാതിരിക്കെ നാം ഒരു തന്ത്രം പ്രയോഗിച്ചു അവർക്കെതിരെ. അവര് പ്രയോഗിച്ച തന്ത്രം, ഈ 9 പേർ പ്രയോഗിച്ച തന്ത്രം മഹാനായ പ്രവാചകനെ കൊന്നുകളയുകയും കൂടെയുള്ളവരെ കൊന്നുകളയാനുമാണ്, കുഴപ്പങ്ങൾ നാട്ടിലുണ്ടാക്കാനാണ് അവർ വലിയ പ്ലാനിങ്ങുകൾ നടത്തിയത്. എന്നാൽ അവരുടെ തന്ത്രത്തെക്കാൾ വലിയ തന്ത്രം അല്ലാഹു പ്രയോഗിച്ചു അവരറിയാതെ. എന്നിട്ട് അല്ലാഹു പറയാണ്, ഫൻദുർ കൈഫ കാന ആഖിബത്തു മക്രിഹിം, എന്നിട്ട് അവരുടെ തന്ത്രത്തിന്റെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ നോക്കുക. അന്നാ ദമ്മർനാഹും വഖൗമഹും അജ്മഈൻ, അതെ, അവരെയും അവരുടെ ജനങ്ങളെയും നിലംപരിശാക്കി തകർത്തു കളഞ്ഞു, അവരെ മുഴുവനെയും നാം തകർത്തു കളഞ്ഞു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നംലിലെ ആയത്തുകളിൽ 48 മുതലുള്ള ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് ശിക്ഷയാണോ പരീക്ഷണമാണോ എന്നൊന്നും നമുക്ക് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് ഇന്നതിനു തന്നെ എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്കാർക്കും അവകാശമില്ല. കാരണം നമുക്ക് വഹീയില്ല. എന്നാൽ ഇത് പരീക്ഷണമാവാം, ശിക്ഷയാവാം, തിരിച്ചറിവിനുള്ള കാര്യങ്ങളാകാം, അല്ലാഹുവിലേക്ക് മടങ്ങാനും അതേപോലെ തന്നെ അല്ലാഹുവിനെ തിരിച്ചറിയാനും ഒക്കെ ഇത്തരം സംഭവങ്ങൾ കാരണമാവണം എന്നുള്ളതാണ്. ഇവിടെ കാറ്റിനാൽ ശിക്ഷിക്കപ്പെട്ട സമൂഹം, ഹൂദ് നബി അലൈഹി ഇസ്ലാം അയക്കപ്പെട്ട ആദ്യ സമൂഹത്തെ അല്ലാഹു നശിപ്പിച്ചത് ശക്തമായ കാറ്റിലൂടെയായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖമറിൽ പറയുന്നുണ്ട്. കദ്ദബത് ആദുൻ ഫകൈഫ കാന അദാബി വനുദുർ, ആദ് സമുദായം അവർ സത്യത്തെ നിഷേധിച്ചു കളഞ്ഞു, എന്നിട്ട് എന്റെ ശിക്ഷയും എന്റെ താക്കീതുകളും എങ്ങനെയായിരുന്നു എന്ന് നോക്കുക. ഇന്നാ അർസൽനാ അലൈഹിം റീഹൻ സർസറൻ ഫീ യൗമി നഫ്സിൻ മുസ്തമിർ, വിട്ടുമാറാത്ത ദുശ്ശകുനത്തിന്റെ ഒരു ദിവസത്തിൽ ഉഗ്രമായ ഒരു കാറ്റ് നാം അവരുടെ നേർക്ക് അയക്കുക തന്നെ ചെയ്തു. അങ്ങനെ തൻസിയുന്നാസ കഅന്നഹും അജാസു നഖ്ലിൻ മുൻഖയിർ, കടപുഴകി വീഴുന്ന ഈന്തപ്പന തടികളെന്നോണം അത് മനുഷ്യരെ പറിച്ചെറിഞ്ഞുകൊണ്ടിരുന്നു. ഫകൈഫ കാന അദാബി വനുദുർ, അപ്പോൾ എന്റെ ശിക്ഷയും എന്റെ താക്കീതുകളും എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ നോക്കുക.
അപ്പോൾ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് എല്ലാം എന്ന് മനുഷ്യനെ അള്ളാഹു വീണ്ടും ബോധ്യപ്പെടുത്തുകയാണ് ഈ സംഭവങ്ങളിലൂടെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ തിരിച്ചറിയാനും അള്ളാഹുവിലേക്ക് മടങ്ങാനും വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബി ലഅല്ലഹും യർജിഊൻ. നിങ്ങൾക്ക് ചെറുതും വലുതുമായ ശിക്ഷകൾ നിങ്ങൾ അനുഭവിപ്പിക്കുന്നത് എന്തിനാണ്? ലഅല്ലഹും യർജിഊൻ, അവർ നമ്മിലേക്ക് മടങ്ങിയേക്കാം, അവർ ലോകത്തിന്റെ സൃഷ്ടാവിലേക്ക് മടങ്ങുന്നവരായേക്കാം, ആ സൃഷ്ടാവിന്റെ വചനങ്ങളിലേക്ക് അവർ ഭയപ്പെടുന്നവരായേക്കാം എന്നതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ ചില പരീക്ഷണങ്ങളിലൂടെ മനുഷ്യരെ അനുഭവിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ വിശുദ്ധ ഖുർആൻ ഒരുപാട് കാര്യങ്ങൾ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വിസ്മരിക്കുന്നവർ, അങ്ങനെ വിസ്മരിക്കുകയും അഹങ്കാരം കാണിക്കുകയും ചെയ്യുന്നവർ, അതേപോലെ മറ്റുള്ളവരെ നശിപ്പിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെയായി മുന്നോട്ടു പോകുന്നവർ, അവർക്ക് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സംഭവങ്ങളിലൂടെയെല്ലാം നമുക്കുണ്ടാകേണ്ട തിരിച്ചറിവുകൾ എന്താണ്? നമ്മൾ അള്ളാഹുവിലേക്ക് വിനയാന്വിതരായി മാറുക, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക, നന്മകൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് ജീവിതത്തെ സജീവമാക്കുക, സൽക്കർമ്മങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുക, രഹസ്യത്തിലും പരസ്യത്തിലും തിന്മകളിൽ നിന്ന് പൂർണ്ണമായി നമ്മൾ മാറി നിന്ന് അള്ളാഹുവിലേക്ക് തൗബ ചെയ്യാനായിരിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ദുരന്തങ്ങൾ കേൾക്കുമ്പോഴുമൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്കാണ് നമ്മൾ നോക്കേണ്ടത് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിച്ചാൽ വൈദ് തഅദ്ദന റബ്ബുക്കും ഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് വർദ്ധിപ്പിച്ചു തരും. വലയിൻ കഫർതും, ഇനി നിങ്ങൾ നന്ദി കേട് കാണിക്കുകയാണെങ്കിലോ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ അതികഠിനമാണ് എന്ന് നിങ്ങൾ ഓർക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ നിലക്ക് അനുസരണക്കേട് കാണിച്ചതിനാൽ അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെട്ടവർ മുമ്പുണ്ടായിട്ടുണ്ട് എന്നാണ്. വലൗ അന്ന അഹ്ലൽ ഖുറ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ് വലാകിൻ കദ്ദബൂ, അവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ആകാശഭൂമികളിൽ നിന്ന് ബറക്കത്ത് ചൊരിഞ്ഞു കൊടുക്കുമായിരുന്നു. വലാകിൻ കദ്ദബൂ, എന്നാൽ അവർ നിഷേധിച്ചു കളഞ്ഞു. അതിന്റെ പേരിൽ ഫഅഖ്ദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവരുടെ ചെയ്തികൾ കൊണ്ട് നാം അവരെ പിടികൂടുകയാണ് ചെയ്തത്. മാത്രമല്ല തിന്മകൾ അവസാനിപ്പിക്കാനുള്ള പ്രചോദനമാണ്. കാരണം പ്രകൃതി ദുരന്തങ്ങളുടെ കാരണങ്ങൾ അതിന് ശാസ്ത്രത്തിന് പലതും പറയാനുണ്ടാകുമെങ്കിലും ഖുർആൻ വായിക്കുന്നവർക്ക് വലിയ ചില ആശയങ്ങൾ കിട്ടും. സൂറത്ത് റൂമിലെ 41 അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചതിനാലാണ്. വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് അയ്ദിൻ നാസ്, ഭൂമിയിലും കരയിലും കടലിലും കുഴപ്പങ്ങൾ പ്രകടമായിരിക്കുന്നു. ബിമാ കസബത് അയ്ദിൻ നാസ്, മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണം. ലിയുദീഖഹും ബഅദല്ലദീ അമിലു ലഅല്ലഹും യർജൂൻ, അവർ പ്രവർത്തിച്ചതിനാണ് അവരെ ചില ശിക്ഷകൾ കൊണ്ട് അനുഭവിപ്പിക്കുന്നത്. ലഅല്ലഹും യർജൂൻ, അവർ മടങ്ങാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അബുൽ ആലിയ റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, മൻ അസല്ലാഹ ഫിൽ അർദി ഫഖദ അഫ്സദ ഫിൽ അർദ്, ആരാണോ ഭൂമിയിൽ അല്ലാഹുവിനെ ധിക്കരിക്കുന്നത് അവൻ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയിരിക്കുന്നു. ലിയൻ സ്വലാഹൽ അർദി വസ്സമാഇ ബിത്വാഅ, കാരണം ആകാശഭൂമികളുടെ നല്ല നിലനിൽപ്പ് അനുസരണയിലൂടെ മാത്രമാണ് നിലനിൽക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ കാരണങ്ങൾ പറ്റി അന്വേഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്തരം ചില എഡിറ്റിങ്ങുകൾ കൊണ്ടുവരാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. ദുരന്തങ്ങൾക്ക് നേരമില്ല എന്നുള്ളത് ഏതു സമയത്തും. അതാണ് വിശുദ്ധ ഖുർആൻ ചോദിച്ചത്, അഫാമിന അഹ്ലുൽ ഖുറാ അയ്യതിയഹും ബസുന ബയാതൻ വഹും നായിമൂൻ, അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശിക്ഷ അവരിലേക്ക് വന്നെത്തുന്നതിൽ നിന്ന് അവർ നിർഭയരായിരിക്കുകയാണോ? അവ അമിന അഹ്ലുൽ ഖുറാ അയ്യതിയഹും ബസുന ദുഹൻ വഹും യലഅബൂൻ, അവർ കളിച്ചുകൊണ്ടിരിക്കെ ഇളയിച്ച സമയത്ത് അവർക്ക് അത് കടന്നു വരുന്നതിൽ നിന്ന് ആ നാട്ടുകാർ നിർഭയരായിരിക്കുകയാണോ എന്നാണ്. അതുകൊണ്ട് തന്നെ നിലക്കാത്ത പാപമോചനവും പ്രാർത്ഥനയും തവക്കുലും വിവേകവും ഒക്കെ ഉള്ളവരായി മാറുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കാൻ കാരണമായി അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്ന വിശ്വാസികളായി മാറാൻ നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ
നമ്മൾ സൂചിപ്പിച്ച ഒരു കലക്ഷൻ ഉണ്ടായിരുന്നു. ഒരു മസ്ജിദ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, മലപ്പുറം ജില്ലയിലെ ഒരു പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതിന്റെ അവിടെയുള്ള പ്രവർത്തകർ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ കഴിയാവുന്ന നല്ലൊരു സംഖ്യ അവരെ സഹായിക്കണം. പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ ഭവന നിർമ്മാണത്തിനാണ്, പിന്നെ പള്ളി നിർമ്മാണത്തിനാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് അകമടിഞ്ഞ് നമ്മൾ സഹായിക്കുക. പിന്നെ അതേപോലെ തന്നെ പിന്നീട് അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഏറ്റെടുക്കാൻ പറ്റുന്നവർ അങ്ങനെ അവരെ അറിയിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അവർ പുറത്ത് ഉണ്ടാകും. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെലവഴിക്കുന്നതിലും ബാക്കി വെക്കുന്നതിലും ഖൈറും ബറക്കത്തും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ അല്ലാഹു ഇനി അവർക്കെല്ലാം ശിഫ പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ അല്ലാഹു ഇനി അവർക്കെല്ലാം മുഅ്മിനീങ്ങൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ അല്ലാഹു ഇനി അവർക്കെല്ലാം നിർഭയത്വവും സമാധാനവും രക്ഷയും പ്രദാനം ചെയ്യണമേ. നാളെ പരലോകത്ത് ഒരു ഭാഗത്ത് നരകത്തിലേക്കും ഒരു ഭാഗത്ത് സ്വർഗത്തിലേക്കും പറഞ്ഞേക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ അല്ലാഹു ഇനി ഞങ്ങളെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ اللهم إنا نسألك الجنة اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.